ദി മലയാളം ക്രിപ്റ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിറ്റ്കോയിൻ, എത്തീരിയം, സൊലാന, പിന്നെ ചെയിൻ ലിങ്ക്. അപ്പൊ നമുക്ക് ബിറ്റ്കോയിന്റെ ഡെയിലി തുടങ്ങാം. ലാസ്റ്റ് വീക്കത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ലാസ്റ്റ് വീക്ക് അല്ല അതിന് മുന്നത്തെ വീക്കിലെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ആഴ്ച കൊണ്ട്. സെയിം ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഒരു 55 മുകളിലും 63 താഴെയുമായിട്ടുള്ളൊരു റേഞ്ച്, ചോപ്പി റേഞ്ച് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് മാക്രോ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു കപ്പ് ആൻഡ് ഹാൻഡിലാണ് ഈ കാണുന്നത് പോലെ ഒരു വലിയൊരു കപ്പും അതിന്റെ ഹാൻഡിലിന്റെ മേക്കിംഗ് ആണ് ഇപ്പം. അപ്പൊ ഇതില് ഒരു ഡെയിലിയുടെ ഒരു റീസെന്റ് ടൈം ഫ്രെയിം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡൗൺ ട്രെൻഡ് ആണ്. നമ്മുടെ ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷേ നമ്മളൊരു ഓവറോൾ വലിയൊരു മാക്രോ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹാൻഡിലാണ്. ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇത് എന്തായാലും കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 44 വരെയൊക്കെ പോയാലും നമുക്കിതൊരു ഹാൻഡിൽ എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു വലിയൊരു പിക്ചർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും. ഓക്കെ. നമുക്ക് ലൈക്ക് ഈ ഒരു 40,000 താഴെയൊക്കെ പോയാൽ മാത്രമേ അതിന് വാലിഡേറ്റ് ആവത്തുള്ളൂ. അപ്പം നിലവിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതിലിപ്പം ഈ ഒരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിൽ പോകണം. ഓൾമോസ്റ്റ് അടുത്തൊരു ഹയർ ഹൈ ഒക്കെ മേക്ക് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒരു എൻഡ് ഒക്ടോബറോട് കൂടി നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയല്ല മറ്റൊരു സെനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മേക്ക് ചെയ്ത ലോവർ ഹൈയിൽ നിന്ന് അടുത്തൊരു ലോവർ ലോ മേക്ക് ചെയ്യുന്നു. അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തു ഒരു ഒക്ടോബർ പകുതിയോടുകൂടിയൊക്കെ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. ഓക്കെ. അപ്പൊ അതാണ് ഡെയിലി. നമുക്കിനി 4 അവറിലോട്ടൊന്ന് നോക്കാം. 1 അവർ എന്തായാലും നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലിയും 4 അവർ മാത്രമേ നോക്കുന്നുള്ളൂ. കാര്യം ഒരുപാട് കോയിൻസ് നോക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ മൂവിങ് ആവറേജ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നുണ്ട്. 21 ഡേ മൂവിങ് ആവറേജും 200 ഡേ മൂവിങ് ആവറേജുമാണ്. അപ്പോൾ നമുക്കിതിൽ കാണാം ഈ ഗ്രീൻ എന്ന് പറയുന്നത് 200ഉം ഇത് 21ഉമാണ്. അപ്പൊ 21 200ന്റെ താഴെയാണ്. അത് മാത്രമല്ല പ്രൈസും 200ന്റെ താഴെയാണ്. പ്രൈസ് ഇവിടെ 200 ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പം താഴെയാണ് വന്നു. വീണ്ടും 200 റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നമ്മൾ റീടെസ്റ്റ് ചെയ്തു. അപ്പൊ ഇനിയിപ്പം ഈ ഒരു 21 ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം 4 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നോക്കിയാൽ നമുക്ക് ഒന്നെങ്കിൽ ഫിബനാച്ചി എടുത്ത് നോക്കാം, എന്താ ഇതിൽ പറയുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ ഒരു മിഡ് റേഞ്ച് ഞാനിപ്പം ഒരു റീസെന്റ് ലോയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ഹൈ വരാൻ നോക്കിയപ്പോഴത്തേക്കും മിഡ് റേഞ്ച് ഇതാണ്. 57 ഒക്കെയാണ് മിഡ് റേഞ്ച്. അപ്പൊ ഇവിടം വരെ വരാം. ഓക്കെ, ഇവിടം വരെ വരാം. വീണ്ടും ഇതിനെ റീടെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്ന സിനാരിയോ ഉണ്ടാകാം. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നു, ഈ ലോസ് എല്ലാം റീടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു. ഈ രണ്ട് സിനാരിയോ ആണ് നമ്മൾ ഇതിൽ കാണുന്നതെന്ന് പറയുന്നത് 4 അവറിൽ ബിറ്റ്കോയിന്റെ. ഓക്കെ. ഇനിയിപ്പോ ഒരു ട്രേഡ് എൻട്രി എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. ഈ ഒരു പോയിന്റിൽ നമ്മൾ റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഈ ഒരു ടോപ്പ് ഓഫ് ദ റേഞ്ച് വരെ ടാർഗറ്റ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു ലെവൽ 62,000 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേക്ക് പ്രോഫിറ്റ് ഫണ്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് അപ്പം ഒരു 4 അവറിൽ കാണുന്ന ഒരു ലോങ്. അപ്പം ഡിപ്പെൻസ്. ഇതിപ്പോ ഇവിടന്നേ ലോങ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് അത് പ്രോപ്പറായിട്ട് റീടെസ്റ്റ് ചെയ്ത് സപ്പോർട്ടായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോവാം. അല്ലാത്ത സിനാരിയോ ഞാൻ പറഞ്ഞ ഡീവിയേഷൻ ആയിട്ട് താഴോട്ട് വന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി റീടെസ്റ്റ് ചെയ്ത് സപ്പോർട്ടാക്കി മാറ്റുകയാണെങ്കിൽ അപ്പോഴും ഒരു ലോങ് എൻട്രി നമുക്ക് കൊടുക്കാം.
ഇനി ഷോർട്ട് സെനേറിയോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നു. ഇത് നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് ഹോൾഡ് ചെയ്യാണ്ട് നമ്മളത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഷോർട്ടിന് പോകാം. ഇതും നമുക്കിപ്പം ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക് വരെ നമുക്ക് ടാർഗറ്റ് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇതിപ്പം നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇതിപ്പോ ഇതില് ക്യാൻഡിൽ ഫോർമേഷൻ ഒന്നും ഇവിടെ ഇല്ലാത്തത് കാരണമാണ് ഇതിലിപ്പോ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഷോർട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതായിരിക്കും ഒരു ഇതെന്ന് പറയുന്നത്, ഒരു പോസിബിലിറ്റി. നമുക്കൊരു ടാർഗറ്റ് ഒരു 54 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു TP1 എടുക്കാം. അത് കഴിഞ്ഞൊരു 52-51 ആ ഒരു റേഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു TP2 എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഈ ഒരു ബോട്ടം ഓഫ് ദ റേഞ്ച് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലോങ് സെനാരിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലോങ് സെനാരിയോ എടുക്കാം. ഇതിൽ TP1 എന്ന് പറയുന്നത് 62ഉം TP2 എന്ന് പറയുന്നത് 65. അപ്പോൾ ഇതൊരു ഷോർട്ട് സെനാരിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്ത് റെസിസ്റ്റൻസ് ആയിട്ട് റീടെസ്റ്റ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഷോർട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതിലും നമുക്ക് TP1, TP2, TP3 ആയിട്ട് എടുക്കാം. കാര്യം അത്യാവശ്യം നമുക്ക് ടാർഗറ്റുകൾ ഉണ്ട്, അതിൽ മൂവ്മെന്റ് ഉണ്ട് അതിന് മന്ത്ലി ഒരു 13% ഒക്കെ ഉണ്ട്. അപ്പം അതൊരു നല്ലൊരു ട്രേഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബിറ്റ്കോയിന്റെ ഡെയിലി ടൈം ഫ്രെയിം, ഫോർവേഡ് ടൈം ഫ്രെയിം നമ്മൾ നോക്കി. ഇനി നമുക്ക് എത്തീരിയത്തിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തീരിയത്തിന് ഡെയിലിയിലാണ്. ഇതിൽ കുറച്ച് ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 200 MA-യും 21 day MA-യും ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്തീരിയം ഇങ്ങനെ ഒരു റേഞ്ചിലാണ്. കുറെ നാൾ നമ്മൾ ഈ ഒരു 3970യും 2800ഉം ആ ഒരു റേഞ്ചിന്റെ അകത്തായിരുന്നു. ഇപ്പൊ അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ താഴത്തെ ലോവർ റേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പം നമുക്കൊരു കണ്ടിന്യൂസ് ഒരു ചോപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു വിക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് കവർ ചെയ്ത് കുറച്ചും കൂടെ പ്രൈസ് ആക്ഷൻ ഇവിടെ ഉണ്ടാക്കി ഒരു ഒക്ടോബർ പകുതിയോട് കൂടിയൊക്കെ നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് റീടെസ്റ്റ് ചെയ്യാം. ഇത് റീടെസ്റ്റ് ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, അത്യാവശ്യം ചോപ്പിയാണ്. എത്തീരിയത്തിന് വലിയൊരു മൊമെന്റം ഒന്നും കാണുന്നില്ല. ഞാനിപ്പം ETF-ന്റെ ഒക്കെ ഒരു ന്യൂസ് ഉണ്ടായിട്ട് പോലും എത്തീരിയത്തിൽ വലിയൊരു മൂവ്മെന്റ് കാണുന്നില്ല. അപ്പം മാർക്കറ്റ് പൊതുവെ ഒരു ബുൾ മോഡലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എത്തീരിയം ജോയിൻ ചെയ്യും. അതുവരെയും നമുക്കിപ്പോ കാണുന്ന പോലെ തന്നെ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം എത്തീരിയം നമുക്ക് റിക്കവർ ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഈ ഒരു ചോപ്പിനെസ് തന്നെ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ, എത്തീരിയം ഡെയിലിയിലുള്ള സെനാരിയോസ് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഈ ഒരു വിക്ക് കവർ ചെയ്യാനുള്ള ചാൻസ്, അതായത് 2100 റേഞ്ചിലോട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം അങ്ങനത്തെ വിക്കുകളെല്ലാം നമ്മളിപ്പം ഓരോ പ്രൈസിലെല്ലാം കാണുന്നത് തന്നെ എവിടെയെല്ലാം വിക്ക് ഉണ്ടോ ആ വിക്കെല്ലാം നമ്മൾ പിന്നീട് വന്ന് കവർ ചെയ്യാറുണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ ഈ വിക്കും കവർ ആവാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇവിടെ താഴോട്ട് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് റീടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് റീടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ എപ്പോൾ ബ്രേക്ക് ചെയ്യുമോ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടും. ഇനി എത്തീരിയത്തിന്റെ 4 അവർ കൂടെ ഒന്ന് നോക്കാം. വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല എത്തീരിയത്തിൽ പൊതുവെ. കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന ബിറ്റ് കോയിൻ തന്നെയാണ്. പിന്നെ അല്ലാത്ത കുറച്ച് ഓൾ കോയിൻസും, വളരെ ചുരുക്കം ഓൾ കോയിൻസ്. 4 അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു ലോവർ റേഞ്ചിലാണ്. ഓക്കെ, ഇനി 21 day മൂവിങ് ആവറേജിന്റെ സപ്പോർട്ട് എടുത്ത് തന്നെ ഇപ്പൊ റിജക്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഉറപ്പായിട്ടും താഴോട്ട് വരും. ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ പോലും ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് 200 മൂവിങ് ആവറേജും 21 day മൂവിങ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. 21 മൂവിങ് ആവറേജ് തമ്മിൽ ഡിഫറൻസ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉള്ളത് കാരണം നമുക്ക്
മേ ബി ഒരു ഇതും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്. അപ്പം അങ്ങനെ ഒരു റീടെസ്റ്റ് പ്രതീക്ഷിക്കാം. റീടെസ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് എന്നിട്ട് വേണം താഴോട്ട് വരാൻ ഉള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അല്ല നമ്മളിപ്പം ഈ 200 മൂവിങ് ആവറേജ് നമ്മൾ റിക്കവർ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2800 2900 റീജിയൻ നമുക്കൊന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് സെനാരിയോ ആണ്. ഇപ്പം ട്രേഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ട്രേഡ് ഇല്ല. നമുക്ക് ഈ 200 മൂവിങ് ആവറേജിലോട്ട് വന്ന് റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. പക്ഷെ അത് എന്താ പറയുക, ലൈക്ക് അപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതനുസരിച്ചും ഓവറോൾ മാർക്കറ്റിന്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് നോക്കാം. ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടം വരെയൊക്കെ വെക്കാം, പക്ഷെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ് ഇതായിരിക്കും. 2300 2400 റീജിയൻ ആയിരിക്കും കൺസർവേറ്റീവ് ടാർഗറ്റ്. ഒരു ഷോർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ലോങ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ 200 മൂവിങ് ആവറേജ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ അത് വളരെ വളരെ വലിയൊരു ഇത് തരാത്തൊരു ലോങ് ആണ്. ഇങ്ങനെ ഒരു ഇത് നമ്മളിപ്പം ഇതായിരിക്കും ടാർഗറ്റ് എന്ന് പറയുന്നത്. വലിയൊരു പൊസിഷൻ അല്ല അത്. ഞാൻ ജസ്റ്റ് ഒരു ഫോർ നെയിം സേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ പ്രോബബിലിറ്റി ഒരു ഷോർട്ടിനാണ് കാണുന്നത് ഫോറവർ നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അതർവൈസ് ചോപ്പി ആയിരിക്കും, മൊത്തത്തിൽ ചോപ്പി ആയിരിക്കും. ഈ ഒരു എൻട്രി കിട്ടുമെങ്കിലും വലുതായിട്ട് മൂവ് ചെയ്യാണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ഔട്ട് ചെയ്ത് വീണ്ടും സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഇനി നമുക്ക് സൊലാന നോക്കാം. സോൾ ആക്ച്വലി അത്യാവശ്യം നന്നായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട്. അപ്പൊ നമുക്ക് ഡെയിലി തുടങ്ങാം. ഓക്കെ, ലാസ്റ്റ് ഫ്യൂ വീക്സിലെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള $120 സപ്പോർട്ടിന്റെ മുകളിലാണ് നമ്മൾ അത്യാവശ്യം അവിടെ ഒരു റേഞ്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ്ലി ഇത് ബുള്ളിഷ് ആണ് ആക്ച്വലി. ഈവൻ ദോ നമ്മളൊരു ലോവർ ട്രെൻഡ് ആണെങ്കിലും നമ്മൾ സൈഡ് വേസ് ആയിട്ട് ഒരു റേഞ്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ 120 എന്ന് പറയുന്നത്. നമുക്ക് പ്രീവിയസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് റിജക്റ്റ് ചെയ്തു നമ്മൾ നേരെ താഴോട്ട് വന്നു, വീണ്ടും നമ്മൾ വന്നു, അത് ബ്രേക്ക് ചെയ്തെങ്കിലും നമ്മളത് വീണ്ടും സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അതെന്ന് പറയുന്നത് വലിയൊരു ഡബിളത്തേക്ക് ഉള്ള തുടക്കമായിരുന്നു. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. നമ്മൾ വീണ്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്, വീണ്ടും വന്നു റിജക്റ്റ് ചെയ്തു, തേർഡ് അറ്റംപ്റ്റിലാണ് നമ്മൾ പിന്നെ ഇത് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് തന്നെയാണ് അതെന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു സപ്പോർട്ടാണ് നമുക്ക് കറന്റ്ലി. നമ്മളത് ബ്രേക്ക് ചെയ്ത് നമ്മൾ 2-3 വട്ടം റീടെസ്റ്റ് ചെയ്ത് ആക്ച്വലി 1 2 3 4 5 ഒരു 5 ടൈംസ് എങ്കിലും നമ്മൾ റീടെസ്റ്റ് ചെയ്തു. അപ്പം സൊലാനയ്ക്ക് നമുക്ക് പ്രതീക്ഷയുണ്ട്, അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ഡോമിനൻസ് സൊലാന കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു 120 വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും സപ്പോർട്ടാക്കി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 240 280 ഒക്കെ നമുക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു എന്താ പറയുക Q4 ഒക്കെ ആകുമ്പോഴത്തേക്കും മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് സൊലാനയുടെ ലൈക്ക് ഡെയിലി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലെവൽ നമ്മൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ പറയാം. ഈ ഒരു ലെവൽ ലൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു 80 to 90 റീജിയനിലോട്ട് ഒരു റീടെസ്റ്റ് പ്രതീക്ഷിക്കാം. എന്നിട്ട് വീണ്ടും വന്നു ഈ ഒരു ലെവൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ വീണ്ടും അതിനെ റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ മാർക്കറ്റൊക്കെ മോശമാണെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും താഴോട്ടൊക്കെ വരാം. എനിക്കറിയാം സപ്പോർട്ട് ലെവൽ എന്നൊക്കെ പറയാനായിട്ട് പിന്നെ ഇവിടെയൊക്കെ ഉള്ളൂ ഒരു 40 ലെവലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദാ ഒരു 30 to 20 ആ ഒരു ലെവലൊക്കെയാണ് സപ്പോർട്ട് ഉള്ളത്. അവിടം വരെ ഒന്നും പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഓവറോൾ മാർക്കറ്റൊക്കെ നശിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം ക്രാഷ് ആവേണ്ട
ഇപ്പം റിസഷനൊക്കെ വരുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് സെനേറിയോ പ്രതീക്ഷിക്കാം. അല്ലാണ്ട് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. 120 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലെവല് 149 150 ഒക്കെ വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ള ചാൻസസ് കൂടുതലാണ്. ആണെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ക്രൂഷ്യലായിട്ട് വന്നിട്ട് ഒരു ഒക്ടോബർ പകുതിയോട് കൂടിയൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സൊളാനയുടെ നമുക്ക് 4 hour കൂടെ നോക്കാം. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ആ ഒരു 120 എന്ന് പറയുന്ന ലെവലാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവല്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവിങ് ആവറേജിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ 200ന്റെ താഴെയാണ്, 21ൻ്റെയും താഴെയാണ്. അപ്പം കറൻ്റ്ലി കാണുന്ന വെച്ചിട്ട് ഇത് 21ൽ നിന്നൊരു ഗ്യാപ്പ് ഉണ്ട്. തിരിച്ച് വീണ്ടും 21ൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് താഴോട്ട് വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊരു സെനാരിയോ ആയിട്ട് നോക്കാം. ഇനി അല്ല, ഈ ഒരു 21 ഹോൾഡ് ചെയ്ത് ഒരു 200 ആ ഒരു സമയത്ത് താഴോട്ട് വരുമല്ലോ. അപ്പം 200 വന്ന് 200 റിജക്റ്റ് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞായിരിക്കും ഈ ഒരു 120 റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അല്ല, മാർക്കറ്റ് എല്ലാം പൊതുവെ എന്തെങ്കിലും ഒരു ബുള്ളിഷ് ന്യൂസ് കിട്ടി മാർക്കറ്റ് മൊത്തത്തിൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലെവലിൽ നമുക്ക് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. എന്നാലും ഈ ഒരു 159 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇവിടെ എങ്കിൽ നമുക്ക് ഇതാ പിന്നെ ഉള്ളൊരു ഹൈ എന്ന് പറയുന്നത് 180 എബവ് ആണ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ള ഹൈസ് ഒക്കെ അതാ 184 192 ഒക്കെയാണ്. അപ്പൊ ഈ ഒരു ലെവൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഈ ഒരു 160 ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ലെവൽ നമുക്ക് കാണാം. സോ നല്ല ട്രേഡ്സ് ഒന്നും കാണുന്നില്ല. ഇപ്പൊ 120 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ഷോർട്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ഒരു 120 ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ഷോർട്ട് ചെയ്യാം. ഒരു 90 ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പോവാം. ഇനി ഒരു ലോങ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 120 ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഒരു സപ്പോർട്ടായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് കൺസർവേറ്റീവ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 150 ഒക്കെ വയ്ക്കാം. ശരിക്കും ഒരു ടാർഗറ്റ് നമുക്ക് പ്രോപ്പർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 160 ആണ്. അങ്ങനെയും നമുക്ക് നോക്കാൻ പറ്റും. ജസ്റ്റ് ഒരു നെയിം സേക്കിന് തരുന്ന ട്രേഡ്സ് ആണ്. അങ്ങനെ നമുക്ക് ലൈക്ക് സോൾഡ് ആണ്. 120 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഷോർട്ട് എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ 120 വന്ന് റീടെസ്റ്റ് ചെയ്ത് ഒരിക്കൽ കൂടെ സപ്പോർട്ടായിട്ട് നമ്മൾ അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു ബിഗ് മൂവിന് വേണ്ടി നമുക്ക് അവിടെ നിന്നൊരു ലോങ് എടുക്കാനും പറ്റും. അപ്പോൾ നെയിം സേക്കിന് തരുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല ട്രേഡ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സൊളാനയും നമ്മൾ ഡെയിലിയും 4 ഹവറും കവർ ചെയ്തു. ഇനി നമുക്ക് ലൈക്ക് ചെയിൻ ലിങ്കിലോട്ട് പോവാം. ചെയിൻ ലിങ്ക് കൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു അനാലിസിസ് നടത്താൻ. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഓൾ കോയിൻസ് എല്ലാം നോക്കാം. ഇപ്പം അത്യാവശ്യം മാർക്കറ്റ് ചോപ്പ് ചെയ്ത് കാരണം ഒരുപാട് അനാലിസിസ് നമ്മൾ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അപ്പം കുറച്ച് കോയിൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഞാൻ കുറച്ച് ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി ഉള്ള കോയിൻ ആണ് ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ബെയർ മാർക്കറ്റിലെ ലോസ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിൻ്റെ ആണ് സപ്പോർട്ട് ലെവലിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അതായത് ഈ ഒരു $9 to $8 ആ ഒരു റേഞ്ച് ഉണ്ട്. ഈ ഒരു വലിയൊരു റേഞ്ച് നമ്മൾ കാണുന്നില്ല, അതാണ് ഇപ്പോൾ റീടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു വിക്ക് മാത്രം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് പോയി, പക്ഷെ ഇപ്പോഴും നമ്മൾ ഡൗൺ ട്രെൻഡിലാണ്. നമ്മൾ ഈ റീസെൻ്റ്ലി 21 22 വരെയൊക്കെ പോയിട്ട് നമ്മൾ ഡൗൺ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, വീണ്ടും ലോവർ ഹൈ, ലോവർ ലോ. അപ്പം ഇനിയിപ്പം എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു റീടെസ്റ്റ് പ്രതീക്ഷിക്കാം. ഒരു 13 to 14 ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ട് റിജക്റ്റ് അടിച്ച് താഴോട്ട് വരാം. എന്നിട്ടൊരു ബ്രേക്ക് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു സെനാരിയോ ആണ്. പിന്നെ ഈ താഴോട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ ഈ വിക്കും നമ്മൾ ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാം. അതായത് ഒരു ബിറ്റ് കോയിൻ, സപ്പോസ് ബിറ്റ് കോയിൻ ഇപ്പോൾ ഒരു ഒക്ടോബർ നവംബറിലോടുകൂടി ബിറ്റ് കോയിൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു
ഒരു നവംബർ എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനൊരു മൂവ്മെന്റ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഓൾ കോയിൻസിൽ നിന്ന്, പ്രത്യേകിച്ച് ചെയിൻ ലിങ്കിൽ നിന്ന്. ഇതാണ് ഡെയിലിയിൽ ഞാൻ കാണുന്നത്. ഇങ്ങനെ കുറച്ച് പോസിബിലിറ്റീസ് ആണ് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചെയിൻ ലിങ്ക് ഡൗൺ ട്രെൻഡിലാണ്. അപ്പം ഈ ഒരു ഡൗൺ ട്രെൻഡിൽ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം ചെയിൻ ലിങ്കിൽ നമ്മളിപ്പോൾ ലോങ് ചെയ്തിട്ട് കാര്യമില്ല, ചോപ്പി ആയിരിക്കും പൊതുവെ. ഇനി 4 ഹവറിലൊക്കെ നമുക്ക് എന്തെങ്കിലും ട്രേഡ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. തൽക്കാലം ഇതാണ് ലെവല്. ഈ ഒരു ലോയിലൊക്കെ, അതായത് ഈ ഒരു $5 $6 റീഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ആ ഒരു റേഞ്ചിലോട്ട് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ സൈഡ് വൈസ് ചോപ്പ് ചെയ്തിട്ട് ചിലപ്പം ബ്രേക്ക് ഔട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ മോശമായിരിക്കും ചെയ്യില്ലെങ്കിൽ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ കാണിച്ചതുപോലെ ഈ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ കിട്ടാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു $19 to $20 വരെയെങ്കിലും ഉള്ളൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി 4 ഹവറിലോട്ട് പോവാം. ഫോർ ഹവറിൽ നമുക്ക് കാണാം, ഇത് ആക്ച്വലി ചെയിൻ ലിങ്ക് ഈ റീസെന്റ് മൂവ്മെന്റ്, അതായത് ഈ ഒരു ലോസ് 7.8 ഒക്കെ പോയിട്ട് തിരിച്ചൊരു സൈഡ് ബേസ് മൂവ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു. പക്ഷെ വീണ്ടും അത് ലൂസ് ചെയ്ത് താഴോട്ട് വന്നു, വീണ്ടും ബ്രേക്ക് ചെയ്ത് ചോപ്പ് ചെയ്ത് ഇപ്പൊ കറന്റ് ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ്. ഇത് ആക്ച്വലി ലൂസ് ചെയ്തത് നമ്മൾ 21-day മൂവിങ് ആവറേജിന്റെയും താഴെയാണ്, 200-ന്റെയും താഴെയാണ്. 21-day മൂവിങ് ആവറേജ് ആക്ച്വലി 200-നെ ക്രോസ് ചെയ്ത് താഴോട്ടും വന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മൂവ്മെന്റ് താഴോട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്കൊരു ട്രേഡ് ഐഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ ഒരു 200-day മൂവിങ് ആവറേജിന്റെ അവിടെ നിന്ന് നമുക്ക് ഷോർട്ട് ആയിട്ട് എടുക്കാം. നമുക്ക് കൺസർവേറ്റീവ് ആയിട്ടൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഒരു ഷോർട്ട് ഐഡിയ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഒരു 9.5 അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ട് പറയാൻ 9.8 ഒക്കെ വരെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇനി ലോങ് ഐഡിയ എന്ന് പറയാനായിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ലോങ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഈ ഒരു 9.4 ലെവലൊക്കെ വന്ന് സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലോങ് എടുക്കാം. തിരിച്ച് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വിക്ക് വരെയൊക്കെ നമുക്കൊരു 11.68 വരെയൊക്കെ നമുക്കുള്ള ഒരു നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. 4 ഹവറിൽ ഞാൻ കാണുന്ന അതാണ്. നേരത്തെ ഡെയിലിയിൽ പറഞ്ഞ പോലെ ഏറ്റവും ബോട്ടം എന്ന് പറയുന്നത്, സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു മൂവിന്റെ ലോ ആണ്. ഈ ഒരു വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കാണുന്നില്ലേ, അതാണ് 7.9-നും 9.3-ക്കും ഇടയിലോട്ട്. അപ്പോൾ അങ്ങോട്ട് വരെയൊക്കെ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കൺസർവേറ്റീവ് ആയിട്ടുള്ള 2 ട്രേഡ് ഐഡിയാണ് ഞാൻ തന്നിരിക്കുന്നത്. ഒന്ന് 200-day മൂവിങ് ലൂസ് ചെയ്ത് നമ്മൾ ഷോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ് താഴോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും 9.4 വരെ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ അനാലിസിസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് എന്താണ്, ബിറ്റ്കോയിന്റെ ഡെയിലി നോക്കി, 4 ഹവർ നോക്കി, അതുപോലെ എത്തീരിയത്തിന്റെ ഡെയിലി നോക്കി, 4 ഹവർ നോക്കി, പിന്നെ നമ്മൾ സൊളാനയുടെ ഡെയിലി നോക്കി 4 ഹവർ നോക്കി, ചെയിൻ ലിങ്കിന്റെ ഡെയിലി നോക്കി 4 ഹവർ നോക്കി. എല്ലാത്തിൻ്റെയും 4 ഹവർ ടൈം ഫ്രെയിമിൽ ഞാനൊരു ഷോർട്ട് ഐഡിയയും ഒരു ലോങ് ഐഡിയയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് പ്ലേ ഔട്ട് ആവുന്നതെന്നും എവിടെയൊക്കെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നും അതുപോലെ ടാർഗറ്റ് ആയിട്ട് ഇതൊക്കെ പ്രൈസ് ലെവൽസ് ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ അനാലിസിസ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ കോയിൻസിൻ്റെ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോയിൻസ് സ്പെസിഫിക് ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി മലൂൺ ക്രിപ്റ്റോവേഴ്സ്.